ആ രീതിയിൽ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ കർഷകരുടെ സമരം ഉണ്ടായത് വലിയൊരു മാറ്റം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. My intention is only I am taking care of my children's. My children I have two kids. My daughter is in 11th class. My son is in 8th class. And my daughter is very brilliant. She got 90% marks in 10th class. So I am very much worried about the education system in India. രാജ്യത്തിന്റെ വലിയൊരു ഐക്യം കൂടി ഈ പ്രതിഷേധം വിളിച്ചോതുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും പല വിഭാഗങ്ങളിൽ നിന്നും വരുന്ന മനുഷ്യർ, അതായത് ജാതിയോ മതമോ ലിംഗമോ നിറമോ എന്ന് തന്നെ വ്യത്യാസമില്ലാതെ ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുന്ന കാഴ്ച. ഇദ്ദേഹം ഡൽഹിയിൽ നിന്നാണ്. ഇദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന വേളയിൽ ഇദ്ദേഹത്തിന് വേണ്ടി വിശറി വീശി കൊടുക്കുന്ന ഒരു മലയാളിയാണ്. നിങ്ങൾ എവിടുന്നാ? പാലക്കാട്. എന്താ ഈ പ്രതിഷേധം കണ്ടപ്പോൾ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം, ഇല്ലാത്തൊരു സന്തോഷം. ഇത് മോദി സർക്കാർ ഇറങ്ങണമെന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഈ ഇതിലൂടെ സംഭവിക്കട്ടെ. പിന്നെ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അതായത് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ധൈര്യം ഫീൽ ചെയ്യുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താവും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം ഫീൽ ചെയ്യുന്നു. അതിന് പ്രത്യേകിച്ചൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ. അതെ 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 ഇതിലൂടെ ഭയങ്കര മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പം ഈ 2 ദിവസം രാത്രി സമയങ്ങളിൽ മോദി ട്വിറ്ററിൽ പുള്ളി വന്ന് വീഡിയോ ഇട്ടു. അതാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാം, എന്തും ആവാന്നുള്ളൊരു രീതിയിലേക്ക് പോകാതെ ഇങ്ങനെ പ്രതികരിക്കും, ഇങ്ങനെ കുട്ടികൾ പ്രതികരിക്കും. അടുത്തെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ വീണ്ടും ഇതുപോലെ ആൾ കൂടും, പ്രശ്നം ഉണ്ടാവും. ആ രീതിയിൽ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ കർഷകരുടെ സമരം ഉണ്ടായത് വലിയൊരു മാറ്റം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതും അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. Sir, I think you are from Delhi. What is your name? My name is Rajesh. What is your intention behind participating in this protest, sir? My intention is only I am taking care of my children's. My children I have two kids. My daughter is in 11th class. My son is in 8th class. And my daughter is very brilliant. She got 90% marks in 10th class. So I am very much worried about the education system in India. People should stand with this protest. Do you think like that? Yeah, they should stand, of course, because everybody needs education in this world, in this country. What do you think about the participation from around the country? A lot of people are coming here, and the participation of the protest is day by day increasing. Yes, absolutely. The people are increasing day by day because earlier government was thinking that is the very small issue, but it is very major issue. Now the Gen Zs are coming. They understand each and everything, every step of this government. Now government can't do anything without the permission of Gen Z. Yes, thank you, sir. അതാണ് പല മേഖലകളിൽ നിന്നുള്ള മനുഷ്യരാണ്. അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ്. രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ പുനരുജ്ജീവിപ്പിക്കണം. അതിന് കാരണക്കാരായിട്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടങ്ങുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾ അതിന് മാപ്പ് പറയണം. ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് ഒരുപോലെ വ്യക്തമാക്കുന്നത്. അവർക്കിടയിൽ ഐക്യം കൂടി വിളിച്ചോതുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ ജന്തർ മന്ദർ.